ഇന്ന് നമ്മൾ എളുപ്പത്തിൽ നിലക്കടല വറുക്കാൻ പോവുകയാണ്. നമ്മൾ സാധാരണ ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ നിലക്കടല വറുത്ത് കിട്ടാറില്ലേ, മണ്ണിനകത്തിട്ട് വറുത്ത് മണലിൽ. അപ്പോൾ അതുപോലെ മണലൊന്നും വേണ്ട, ചീനച്ചട്ടിയും വേണ്ട, അതുപോലെ തന്നെ അതേ ടേസ്റ്റ് നമുക്ക് വറുത്തെടുക്കാം. നിലക്കടല നന്നായിട്ടൊന്ന് കഴുകുക, 2-3 പ്രാവശ്യം കഴുകണം. കാരണം ഇത് കഴുകി കഴിയുമ്പോൾ കിട്ടുന്ന ആ വെള്ളം കണ്ടില്ലേ, കറുത്ത വെള്ളം, ആ വെള്ളം ഇത് കണ്ടില്ലേ, ഇതിൻ്റെ കളറ് കണ്ടോ, അപ്പം അങ്ങനെ വരും. അപ്പം അതുകൊണ്ട് 2-3 പ്രാവശ്യം വെള്ളം തെളിയുന്നിടം വരെ നന്നായിട്ട് കഴുകുക. കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഉപ്പ് പൊടിയിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി വയ്ക്കാം. ശേഷം നമ്മളൊരു കുക്കർ എടുത്ത് വെച്ച് അതിലെ വെള്ളം നന്നായിട്ട് കളഞ്ഞ് നന്നായിട്ട് ചൂടാക്കുക. ചൂടാക്കിയ കുക്കറിലേക്ക് ഈ കടല എടുത്തിടുക. ഇതുപോലെ ഇട്ട് 1 മിനിറ്റ് കടലയുടെ പുറത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ പാകത്തിന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുക്കറിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് അടയ്ക്കുക. ഇങ്ങനെ അടച്ച് ഒരു 2-3 പ്രാവശ്യം ഇടയ്ക്കൊന്ന് എടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ല എങ്കിൽ ആ കുക്കറിൻ്റെ പിടിയിൽ പിടിച്ച് നന്നായിട്ടൊന്ന് കുലുക്കി കുടയണം. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. നമ്മൾ എപ്പോഴും കിടന്ന് ഇളക്കിക്കൊണ്ടിരിക്കണ്ട, ഇളക്കാൻ അങ്ങ് നിന്ന് മടുക്കണ്ട. കാരണം അത് ലോ ഫ്ലെയിമിലേ വെക്കാവുള്ളൂ. ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടല ഇതുപോലെ നന്നായിട്ട് വറുത്ത് കിട്ടും. തൊലി അങ്ങ് മാറുന്ന പരുവത്തിലാക്കി കിട്ടും. അപ്പോൾ എന്നിട്ട് നമ്മളൊരു ഗ്ലാസ് ജാറിലേക്കിട്ട് മേശപ്പുറത്തേക്ക് അങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാം. സാധാരണ 4 മണി ചായ കുടിക്കുമ്പോൾ കഴിക്കാം. വളരെ ഈസി ആയിട്ട് ഉത്സവപ്പറമ്പിൽ കിട്ടുന്ന കടലയുടെ ടേസ്റ്റോട് കൂടി കഴിക്കാവുന്ന ഒന്നേ ഉള്ളൂ. വളരെ ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം.